വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കളമശ്ശേരിക്കടുത്ത് മളലിംകു ജംഗ്ഷനിലെ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലെ 4 BHKയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 38ഓളം വില്ലകളുള്ള ഈ ഒരു വില്ല പ്രൊജക്റ്റിലെ 3 സെന്റ് 900 മീറ്റർ സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലെ 4 BHK പ്ലസ് യൂട്ടിലിറ്റി റൂമോട് കൂടിയ ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ഓഫീസ് സ്പേസ്, സെക്യൂരിറ്റി ക്യാബിൻ, കിഡ്സ് പ്ലേ ഏരിയ എന്നീ അമ്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭ്യമാണ്. കോമ്പിനേഷൻ എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി കൂട്ടാനായി ധാരാളം സ്പോട്ട് ലൈറ്റുകളും ടെക്സ്ചർ പെയിൻറ് വർക്കും എല്ലാം നൽകിയിട്ടുണ്ട്. 5 മീറ്റർ ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വന്നിരിക്കുന്നത്. എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ടെക്സ്ചർ പെയിൻറ് വർക്കും ലൈറ്റും ഒക്കെ കൊടുത്ത് തന്നെയാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4.6 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലാണുള്ളത്. 8 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. റൂഫിൽ നിന്നുള്ള എല്ലാ റെയിൻ വാട്ടറും ഈ ഒരു പൈപ്പിലൂടെയാണ് റോഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്, അതായത് കിഴക്ക് ഭാഗത്ത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വെജിറ്റബിൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 6.5 അടിയിലേറെ നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലിയുടെ ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 12 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും വലിയ 2 വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഷാൻലിയറും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ TV യൂണിറ്റിൻ്റെ താഴ്ഭാഗത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും സൈഡിലായി ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു പാർട്ടീഷൻ കാണാം. ധാരാളം ഡെക്കർ സ്പേസ് സ്പോട്ട് ലൈറ്റ് നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വിശാലമായ ഡൈനിങ് സ്പേസിലേക്ക് വന്നാൽ 15 അടി നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വോളും ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ഡൈനിങ് സ്പേസിൽ 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് വാഷ് കൗണ്ടറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഇവിടെയായിട്ട് ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻ പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റിംഗ് കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടൊരു പാർട്ടീഷൻ കാണാം. കൂടാതെ ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീടിന് വി ഗാർഡിൻ്റെ വയേഴ്സും ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വീട്ടിലുടനീളം ഗ്ലോസി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിരിക്കുന്നത്. ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ കണ്ടിന്യൂ ചെയ്ത് ഒരു പാനലിംഗ് വർക്ക് പോയിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 11 അടിയോളം നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ നൽകി തന്നെയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. 13 അടി നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡും ക്ലോസ് ചെയ്ത് ഗ്രില്ലിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സൈഡ് വോൾ എല്ലാം ടൈല് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കൗണ്ടർ സ്പേസും സ്റ്റോറേജ് യൂണിറ്റും കൂടാതെ പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജിനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. അതിനോട് കൂടി തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു സെറയുടെയും സൊമനിയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രെയിമൊക്കെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. നോർത്തിലേക്ക് വലിയൊരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സൊമനിയുടെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും സീലിംഗ് വർക്കോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫ്ലോട്ടിംഗ് സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ടീക്ക് വുഡും ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോൾ ഈ ഒരു വോൾ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകി ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. നമ്മളിനി വരുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 13 അടി നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു പാസേജിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള പോർഷൻ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സൊമനിയുടെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്ഹോസ്റ്റ് ഫാൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്.
13 അടി നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിന് ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സൊവനീയുടെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനും ഒക്കെ കൊടുത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്താണ് ഈ ഒരു ബാത്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി റൂമിലേക്ക് വരാം. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 11 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, സെന്റ് ജോസഫ് സ്കൂളിലേക്ക് 500 മീറ്റർ, കാക്കനാടേക്ക് 7.7 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്റർ, കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 3 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ, കലൂരേക്ക് 15 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3 സെന്റ് 900 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂമോടും കൂടി ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 87 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.